സംഗതി പൂത്തിരിയിലൊക്കെ ഫുള്ള് മായാണ്. ഞാൻ കാണിച്ചു തരാത്. ഒരൊക്കെ കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഇറങ്ങിയില്ല. ഇല്ല ഇനി ഒന്നുകൂടി ഉണ്ടായി ഇറങ്ങാം. ഹായ്, അപ്പൊ ഞങ്ങളിതാ പെരുന്നാക്ക് പള്ളിക്ക് പോകണ്ട കുട്ടികൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിക്കണ്. പോവല്ലേ നമ്മളിവിടെ നിസ്കാരം വരുന്നത് 7:30 കേട്ടോ. അപ്പോ എന്റെ കുട്ടികൾ ആദ്യമായിട്ടല്ലേ പെരുന്നാക്ക് പള്ളിക്ക് വരുന്നേ അല്ലേ? അവിടെ പോയ വികൃതിയായിട്ടിരുന്നാ മതി. ഹലോ, ഐസ്ക്രീമൊക്കെ കിട്ടിയോ? അപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയേക്കിന് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ട് കാറിലാണ് പള്ളിക്ക് വന്നിരുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തു, ഞങ്ങൾ ഉപ്പാൻ്റെ കബറിങ്ങ പോയി. കബറിങ്ങലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. منا خاصة إلى حضرة من دفن في هذا القبر وإلى حضرات. പള്ളിയൊക്കെ കഴിഞ്ഞാൽ നിൽക്കുന്നത് മുത്തൂസേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ? ഇന്ന് കുളിച്ചും ചെയ്ത് പെരുന്നാളൊക്കെ ആയിട്ട് മുത്തൂസ് പെരുന്നാളൊക്കെ ആയിട്ട് കുളിക്കും ചെയ്തേക്കണത് കേട്ടോ. ചില പറഞ്ഞ പെരുന്നാളൊക്കെ ആയിട്ട് കുളിച്ചോന്ന്. എന്താണ് ഇപ്പൊ കുട്ടിക്ക് എന്താണ് അനക്ക് പള്ളിക്ക് എന്താ കിട്ടിയേ? ഐസ്ക്രീം കിട്ടിയോ? ഡ്രസ് മുത്തൂസിന്റെ ഡ്രസ് അതാ. മുത്തൂസ് പച്ചക്കിളിയൊക്കെ കഴിക്കണം. ഇന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോയി, അവിടെ പല കബറിങ്ങൊക്കെ പോയി, വീട്ടിലേക്ക് എത്തിഞ്ഞപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ച് നേരെ ജുമാക്കൊന്ന് വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ. മറ്റേ ഇപ്പം പറഞ്ഞ പോലെ ചെറിയ നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്ന പൊലി പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ജുമാക്കും പോകണം. അപ്പോൾ ഏണ്ട് ഷർട്ട് എങ്ങനെയുണ്ട്? മുത്തൂസിന്റെ സെലക്ഷനാണ്. ഒരു ഷർട്ടും കൂടി ഉണ്ടല്ലേ? ഉണ്ട്. മുത്തൂസ് പറഞ്ഞ പാന്റ് എടുക്കേണ്ട 2 ഷർട്ട് എടുത്താൽ മതി. ഒരാൾ നോക്കിയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടടാ കിട്ടോ ഓടുന്നത്. ഞാനിതാ ജുമ കഴിഞ്ഞ് വന്നു. ആദ്യം പെരുന്നാസ്കാരം കഴിഞ്ഞ് വന്ന് ഒരു പുട്ടതൊക്കെ തിന്നു. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, ജുമക്ക് പോയി. ജുമ കഴിഞ്ഞ് വന്നേണ്. അപ്പത്തിന് മുത്തൂസ് 2 ഉറക്ക് കഴിഞ്ഞ് എണീറ്റു. ഒരൊക്കെ കഴിഞ്ഞിട്ട് 2 ഇറങ്ങിയില്ല. ഇല്ല ഇനി ഒന്നുകൂടി ഉണ്ടായി ഇറങ്ങാം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ മുത്തൂസ് ചോറിന്? ഇന്ന് കുമ്പളങ്ങക്കറിയുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ തറവാട്ടിൽ നിന്നുള്ള പായസമുണ്ട്, ഞാൻ ഉണ്ടാക്കിയ പാലട പായസമുണ്ട്, പിന്നെ നമ്മളെ ബീഫ് അച്ചാർ, നമ്മളെ മൂനിക്കലിന്റെ ബീഫ് അച്ചാറുണ്ട്. പിന്നെ നല്ല തണുത്ത വെള്ളമുണ്ട്. വെള്ളം സ്പെഷ്യലാണ്, തണുത്ത വെള്ളമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മള് വെറുംചോറാക്കിയതാണ്. സാധാരണ നമ്മള് പെരുന്നാക്ക് ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മള് വെറുംചോറാക്കി. കാരണം ഇപ്പൊ നോമ്പിനൊക്കെ ഈ പൊറാട്ടയും ബിരിയാണിയും മന്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മടുത്തുന്ന്. അപ്പൊ ഞാൻ സ്രാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 10-400 ഉറുപ്പിക എടുത്തിട്ട് 1 കിലോ സ്രാവൊക്കെ മേടിച്ചിട്ടുണ്ട്. മുത്തൂസ് പറഞ്ഞു സ്രാവ് വേണ്ട, ബീഫ് വരട്ടിയത് മതി, പിന്നെ ചിക്കൻ പൊരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അതുണ്ടാക്കി. അപ്പൊ മുത്തൂസ് നല്ല അതാണ് എനിക്ക് നല്ല തിരിയാൻ വെച്ചാ. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കണത്. അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും. ഇതിപ്പോ താഴെ തിരിഞ്ഞോണ്ട് ഇപ്പൊ ഇത്ര തിരിയണുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടുന്ന് 360 ഡിഗ്രി ഒക്കെ തിരിയും. ഇപ്പൊ തിരിയണില്ല. ഇവിടെ ഭയങ്കര വേദനയാണ്. ജുമാക്ക് ഇങ്ങനെ നീന്താനെ പൊക്കാൻ വെക്കില്ല. പൊക്കിയ ഇവിടെ ഭയങ്കര വേദന. എന്താണെന്നുണ്ടെങ്കിൽ പെരുന്നാളായിട്ട് അന്ന് പരിപാടി വിളിക്കുക. പിന്നെ നമ്മള് കക്കരി കുപ്പിലിട്ട് വെച്ചത് അതിന്റെ നോക്കിയില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഇത്രയൊക്കെയാണ് അപ്പൊ നമ്മള് പെരുന്നാളല്ലേ മൊത്തസ്. തറവാട്ടിൽ നിന്ന് പോണ പെങ്ങന്മാരൊക്കെ ഇപ്പൊ കുറച്ച് കഴിയുമ്പത്തിന് വരുമാരൊക്കെ വന്നുള്ളത്. രണ്ടാമത്തെ പെങ്ങള് വന്നു, വേറെ എത്തിയിട്ടില്ല. ഇവരൊക്കെ എത്തും. അപ്പം ചോറുന്നാ ഇവിടെ വന്നേക്കുന്ന പടക്കത്തിന്റെ തിരക്കാണ്ടത്. ഇന്നലെ ബീഫിന്റെ ഇടം തിരക്ക്, ഇന്നിപ്പോ പടക്കത്തിന്റെ ഇടം തിരക്ക് കണ്ടില്ലേ. ഞാന് തിരിച്ചേതാ നമ്മളിത് സാധനം മേടിച്ചിട്ടോ കാണിച്ചെടുത്താ. ഇതാ അല്ല സ്കൈ ഷോട്ട് മേടിച്ചു. ഇത് കിറ്റ്കാറ്റ് അല്ല കേട്ടോ, മറ്റേ പിരിപിരി പൊട്ടിക്കല് പൂത്തിരി. പിന്നെ അതവിടെ മേശപ്പൂത്തിരി. ഇതവിടെ ഇതാ അടുത്ത ഓലപ്പടക്കം. ഓൻ പടക്കത്തിന്റെ ആളാന്ന് പറഞ്ഞത്.
പൂത്തിരിയിലൊക്കെ സംഗതി പൂത്തിരിയിലൊക്കെ ഫുള്ള് മായാണ്. ഞാൻ കാണിച്ചു തരത്. ചേട്ടാ ഇത് പൂത്തിരിണ്ടല്ലോ, എന്റെ പൂത്തിരിയിൽ മാത്രം മായ. ഇത് വേറെ അല്ല 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 ഇതാണ്ടോ, ഇതില് ഫുള്ള് മായാണ്. മുർഷിദിന് വമ്പ വരവേൽപ്പാണ് കൊടുത്തത്. അങ്ങനെ ഉണ്ടായിരുന്നു.